കൂണ് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് പറമ്പിൽ നിന്ന് കിട്ടിയതാണ്, കുറച്ച് അരിക്കൂണാണ് കിട്ടിയത്. അരിക്കൂണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കും അരിക്കൂണ്. ഇത് ഞാൻ മണ്ണൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഇരിക്കും അരിക്കൂണ്. ഇതുകൊണ്ട് തോരൻ വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ മണ്ണ് ഒക്കെ ഉണ്ടായിരുന്നു, അത് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇത് കേട്ടോ. ഇതിനി നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയാൽ മണ്ണുണ്ടാവും. അപ്പോൾ കഴുകി മഞ്ഞൾ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകട്ടെ. ഒരു പാൻ വെച്ച് കത്തിക്കാം. ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. മതി. ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാവട്ടെ, ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു ഇച്ചിരി ഇഞ്ചി ഇട്ട് കൊടുക്കുക, ചെറുതായിട്ട് മുറിച്ചത്. മുളക് ഇട്ട് കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വെക്കുക. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 5-8 ചെറിയ ഉള്ളിയാണ്. അപ്പോൾ കൂണ് കുറച്ചേ ഉള്ളൂ. 2 കൈപ്പിടി കൂണാണ് കിട്ടിയത്. അതുകൊണ്ട് എല്ലാം കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5-8 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അതൊരു സൈഡിൽ എണ്ണയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. രണ്ട് വറ്റൽമുളകാണ് ഇട്ടത്. ഒരു ചെറിയ കഷ്ണം വലിയ ഉള്ളി മുറിച്ചത്, ചെറുതായിട്ട് മുറിച്ചത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. ഇതിൽ പൊടികൾ ഇടണമെന്നില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാലും മതി. തേങ്ങയും മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം മതി. പക്ഷേ ഞാൻ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ച് മഞ്ഞൾ കൂണ് കഴുകി വെച്ചത് കഴുകി അതിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഒരു 1/2 ടീസ്പൂൺ മുഴുവൻ എടുത്തില്ല കേട്ടോ. ഗരം മസാലപ്പൊടി. ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി. കൂണിങ്ങനെ കഴുകി മഞ്ഞൾ തേച്ച് വെച്ചതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി
ഒരു 1.5 കൈപ്പിടി തേങ്ങ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കൂണ് കിട്ടുകയാണെങ്കിൽ കൂടുതൽ തേങ്ങയൊക്കെ ചേർത്തി കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണായിടുന്നേ, ഇത്രയും മതി. ഇവിടെ ഇളക്കി കൊടുക്കുക. കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും കേട്ടോ. ചിക്കൂണായതുകൊണ്ട് അത്ര കൂടുതൽ വേവാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു 4-5 മിനിറ്റ് എന്നാൽ മതി. ഒന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്, പാകമാണ്. അരിക്കൂള് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാണ്. ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. താങ്ക് യു.